ഹലോ ഗൈസ്, കഴിഞ്ഞ എപ്പിസോഡിന്റെ അവസാനം അങ്ങനെ എല്ലാവരും വെയിറ്റ് ചെയ്ത പോലെ ചാമുഹി ഹോജിനും കൂടെ ഒരു കപ്പിൾസായി കാണും. പക്ഷെ ഇവർ കപ്പിൾസായി അതേ സമയം തന്നെ ചാമുഹിയുടെ എക്സ് ബോയ് ഫ്രണ്ട് ആണ് അവന്റെ ജാപ്പനീസ് വൈഫുമായിട്ട് അവരുടെ കടയിലെ ഫുഡ്സ് ഒക്കെ പരസ്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. പക്ഷെ ഇത് കണ്ട് എല്ലാവരും കൂടെ കണ്ടെത്തും ഇവൻ ചാമുഹിയുടെ എക്സ് ഗേൾ ഫ്രണ്ട് ആയിരുന്നെന്ന്. പക്ഷെ അവനിപ്പോ ഒരു കുഞ്ഞായിട്ട് ജീവിക്കുന്നുണ്ട്. മിക്കവാറും ചാമുഹി ഒരു കല്യാണം കഴിച്ച ചെറുക്കനായിരിക്കും ആദ്യം സെറ്റാക്കിയെന്നറിഞ്ഞ് അവളെ കുറിച്ച് മോശമായിട്ട് എഴുതാൻ തുടങ്ങും. ഇതേ സമയം ഇതൊന്നറിയാതെ ഇവിടെ ചാമുഹി ഭയങ്കര സന്തോഷത്തി ഹോജിന്റെ കൂടെ അവൻ താമസിച്ച റൂമിലേക്ക് ചെല്ലുമ്പം അവളാണ് ഇവള് താമസിച്ച ഹോട്ടലിനെക്കാളും ഈ സ്ഥലം കാണാൻ കുറച്ചും കൂടെ നൈസാന്ന് പറയും. അതിനുശേഷം അവൻ അകത്ത് വെച്ച് ഇവളുടെ മുടിയൊക്കെ നല്ലോണം നനഞ്ഞിരിക്കുമെന്ന് പറഞ്ഞ് പനി പിടിക്കാതിരിക്കാൻ വേണ്ടി അവൻ അതൊക്കെ തുടച്ചളഞ്ഞുകൊണ്ടിരിക്കും. അപ്പോഴാണ് അവൾ അവനോട് റീസൺ പറയുന്ന സത്യത്തിൽ ഈ സമയത്ത് ടാക്സി ഒന്നും കിട്ടാത്തോണ്ട ഇവന്റെ കൂടെ ഇവിടെ തന്നെ വന്നേന്ന് പറയും. അപ്പോഴാണ് അവനും എങ്കിൽ പിന്നെ ഇവൾക്ക് വേണ്ടി അവൻ ടാക്സി ബുക്ക് ചെയ്ത് തരട്ടെ എന്ന് ചോദിക്കുമ്പോൾ അവളാണ് വേണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു ഇവള് പോകാനാണോ ഇവൻ ആഗ്രഹിക്കുന്നത് ചോദിക്കും. അതോടെ അവനും പെട്ടെന്ന് അങ്ങനെയൊന്നല്ല ഇവളെ ചുമ്മാ കളിയാക്കിയതാന്ന് പറയും. അങ്ങനെ അതോടെ അവള് മൊത്തത്തിൽ ശയ്യാകുമ്പം അവൻ ഇവൾ കുടിക്കാൻ വേണ്ടി കോഫി എല്ലാം വേണം ചോദിക്കും. അപ്പോഴാണ് അവള് ഹാപ്പി മൂഡായതുകൊണ്ട് കുറച്ച് എക്സ്ട്രാ ഷുഗർ ഒക്കെ ഇട്ട് ഇവൻ ഉണ്ടായി കൊണ്ടുവരാൻ പറഞ്ഞിട്ട് ഇവളുടെ മാനേജറായിട്ട് ചാറ്റ് ചെയ്യുമ്പം അവനാണ് ഇവളിപ്പോ എവിടെ ഉള്ളതെന്ന് ചോദിക്കും. അപ്പോഴാണ് അവളും പുറത്ത് നല്ല പനി ആയതുകൊണ്ട് ഹോജിൻ താമസിക്കുന്ന സ്ഥലത്തേക്ക് വന്നേക്കോന്ന് പറയുമ്പം ഇത് കേട്ട് അവനും എങ്കിൽ പിന്നെ അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്താന്ന് പറഞ്ഞ് അവന് ഓൾ ദ ബെസ്റ്റ് പറയും. അതിനേശ് ഇവള് ഹോജിനോട് ഇതാ റെസ്റ്റോറന്റിൽ അടുത്തല്ലേ, എങ്കിൽ പിന്നെ എന്നെ എന്താ മുമ്പ് ഇങ്ങോട്ടേക്കൊന്നും വിളിച്ചോണ്ട് വരാത്ത, അതായത് ഡൊറാമിയ, കാരണം നിങ്ങൾ രണ്ടുപേരും എല്ലാ സമയത്തും പരിചയപ്പെടാറുണ്ടല്ലോ എന്ന് ഇവളും ചോദിക്കുമ്പം അവനാണ് ഡൊറാമിയെ കുറിച്ച് ഇവൾക്കെല്ലാം അറിയാമെങ്കിൽ എങ്കിൽ പിന്നെ അവൾ എന്തൊക്കെ ചെയ്തെന്ന് അറിഞ്ഞിട്ടും അവൻ ഇങ്ങോട്ടേക്ക് വിളിച്ചോണ്ട് വരണമെന്ന് ചോദിക്കും. അപ്പോഴാണ് അവൾ ആലോചിച്ച് നോക്കുമ്പം ആ പോയെന്നല്ലോണം പറഞ്ഞതിന് റിവാർഡായിട്ട് കിസ് വഹിച്ചാണ്. അതിന്റെ കൂടെ ഇവനെ കടിച്ചേ കോർത്ത് വെക്കിട്ട് പെട്ടെന്ന് അവളും അങ്ങനെയൊക്കെ ചെയ്തതിന് സോറി എന്നറിഞ്ഞ് ഇവന് വേദന ഉണ്ടോന്ന് ചോദിക്കും. അപ്പോഴാണ് ഹോജിനും വേദനയൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും ഡൊറാമിയെ കണ്ടത് എനിക്ക് സന്തോഷമുള്ളു, കാരണം അവൾ കാരണം എനിക്ക് നിന്നെ ഒത്തിരി മനസ്സിലാക്കാൻ പറ്റി എന്നിന് ഇവൻ പറയുമ്പോഴാണ് അവൾ കുറച്ച് ടെൻഷനായി ഇവളെ കുറിച്ച് എല്ലാ സത്യം അറിഞ്ഞത് ഇവൻ ഓക്കെ ആണെന്ന് ചോദിക്കും. അപ്പോഴാണ് അവനിപ്പോ ഓക്കെ എന്ന് പറഞ്ഞാൽ ഇവൾക്ക് വിശ്വാസമാകുമെന്ന് ചോദിക്കുമ്പം അവളാണ് ഓപ്പണായിട്ട് വിശ്വസിക്കാനും പറ്റത്തില്ല പക്ഷെ വിശ്വസിക്കാതിരിക്കാനും പറ്റത്തില്ലെന്ന് പറഞ്ഞ് അവനെ കുറെ കൺഫ്യൂസ് ആക്കും. ഇത് കേട്ട് അവനാണ് ചിരി വന്നിട്ട് ഈ ലോകത്തിൽ അവൻ ആകെ മനസ്സിലാകാത്ത ഇവളുടെ ലാംഗ്വേജ് ഉള്ളെന്ന് പറഞ്ഞിട്ട് ഭാഗ്യത്തിന് ഡൊറാമി ഒന്നുകൊണ്ട് ഇവളെ മനസ്സിലാക്കി എടുക്കാൻ പറ്റിയെന്ന് പറയും. കൂടാതെ നമ്മൾ തമ്മിൽ എന്തായാലും എന്തെങ്കിലും ബ്രേക്കപ്പ് അല്ലേ ചെയ്യാൻ പോകുന്നെന്ന് പറഞ്ഞ് പിന്നെ ഇതിനെ കുറിച്ചല്ല വിഷമിക്കണമെന്ന് അവൻ ചോദിക്കുമ്പം ഇത് കേട്ട് അവളാണ് അപ്പൊ സത്യത്തിൽ നമ്മൾ തമ്മിൽ ബ്രേക്കപ്പ് ചെയ്യുമെന്ന് അവനോട് ചോദിക്കും. അപ്പോഴാണ് അവനും തീർച്ചയായിട്ടും കൂടിപ്പോയ ഒരു മാസം നമ്മൾ പിടിച്ചിരിക്കും എന്നാ ഞാൻ വിചാരിക്കുന്നത്, നീ എന്തോ വിചാരിക്കുന്നത് എന്നിട്ട് അവൻ ചോദിക്കുമ്പം അവളാണ് ഒരു മാസമായാലും ബ്രേക്കപ്പ് ചെയ്യത്തില്ലെന്ന് അവൾ വിചാരിക്കുന്നതെന്ന് പറയും. അതിനേശം ഇവള് ഹെയർ ഡ്രയർ യൂസ് ചെയ്യുമ്പോഴാണ് പെട്ടെന്ന് പവർ കട്ടാകും. അപ്പോഴാണ് അവനും ഇത് പഴയ വീടായതുകൊണ്ട് ചിലപ്പോൾ കറണ്ട് കൂടി വല്ലതും അടിച്ചോ ഇതായിരിക്കും എന്നറിഞ്ഞ് അവളോട് ആ കാര്യം പറയുമ്പം അവളാണ് എങ്കിൽ പിന്നെ ഇനി എന്തോ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞ് കുറച്ച് നെർവസായി അവനോട് ചോദിക്കും. അപ്പൊ അവനും ഇവൾക്ക് തിരിച്ച് ഹോട്ടലിൽ പോണേ അവൻ കൊണ്ടാക്കാന്ന് പറയുമ്പം അവൾ ഇവിടെ തന്നെ ഇരിക്കാനാ അവളുടെ ആഗ്രഹം എന്ന് പറയുമ്പോൾ തന്നെ ഇവൻ അടുത്തേക്കൊന്ന് അവളെ കിസ് ചെയ്യും. ഇതേ സമയോടെ ഹീറോയും ചാമുഹിക്ക് ഹോജിനെ ഇഷ്ടമെന്ന് മനസ്സിലാക്കി അവനോട് വിഷമിച്ചിരിക്കും. അതിനേശം ഇവിടെ പ്രൊഡക്ഷൻ ടീമും ഇപ്പൊ നാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇവര് ചാമുഹിയുടെ കാര്യം അറിയാൻ വരുന്ന അവളൊരു കല്യാണം കഴിച്ച ആളെ ഇതിനു മുമ്പ് ഡേറ്റ് ചെയ്തിട്ടുണ്ടെന്ന്. അങ്ങനെ അതിന് പ്രൂഫായിട്ട് അവൾ ഇതിനു മുമ്പ് ഇട്ടിരുന്ന ഫോട്ടോ എല്ലാം ഇപ്പൊ ഇന്റർനെറ്റിൽ ലീക്ക് ആകും. അപ്പോഴാണ് അതിന്റെ കൂടെ തന്നെ ഹോജിനെ ഡിലീറ്റ് ചെയ്ത ആ ഫോട്ടോയും കാണും. അങ്ങനെ ഇതെല്ലാം അവളുടെ എക്സ് ബോയ് ഫ്രണ്ട് ആണെന്ന് എല്ലാവരും തെറ്റിരിച്ച് വെച്ചേക്കുന്നത്. അപ്പോഴാണ് അടുത്തിലും ജീസോനും ഹോജിന്റെ ഫോട്ടോ കണ്ടിട്ട് ഈ ഫോട്ടോ ഇട്ടേക്കുന്ന അതേ ദിവസം ഇവളുടെ ബർത്ത്ഡേന്ന് ഇപ്പൊ ഇവരോട് പറഞ്ഞു കൊടുക്കും. കൂടാതെ അവൾക്ക് ആ ഫോട്ടോ കണ്ടിട്ട് അത് ഹോജിനായിട്ടാ തോന്നുന്നത്. അങ്ങനെ അതുകൊണ്ട് തന്നെ അവൾ കുറച്ച് കൺഫ്യൂസ് ആയിട്ട് അത് തന്നെ നോക്കിക്കൊണ്ടിരിക്കും. എന്നിട്ട് അടുത്ത ദിവസം ഹീറോയുടെ സെക്രട്ടറി ആണ് ഇന്ന് അവരുടെ നാട്ടിലേക്ക് വന്നുകൊണ്ട് അവനെ വിളിക്കാൻ വേണ്ടി വരുമ്പം അവനാണ് ബോധമില്ലാതെ കിടക്കുന്ന പോലെ ഇവള് കാണും. അപ്പോഴാണ് അടുത്ത് ഉറക്ക ഗുളിയും കണ്ട ഉടനെ ഇവൾക്ക് മൊത്തത്തിൽ അങ്ങ് പേടിയാകും. ഇതേ സമയം ചാമുഹിയും അവൾ കുറച്ച് നാണിച്ചിട്ടൊക്കെ റൂമിൽ നിന്ന് പുറത്തേക്ക് വരുമ്പം ഹോജിന് ഇവർ കുടിക്കാൻ വേണ്ടി ഡ്രിങ്ക്സ് വാങ്ങിക്കാൻ പുറത്തേക്ക് പോയേക്കെന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് അവൾ സന്തോഷത്തി അവൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കുമ്പം ഹോജിനാണ് അവിടേക്ക് വന്നിട്ട് ഹീറോ ഇപ്പൊ ബോധം കെട്ട് വീണെന്ന് പറഞ്ഞ് അവനിപ്പോ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി അവിടേക്ക് പോവാന്ന് പറയും. അതുകൊണ്ട് ഇവന് വേണ്ടി വെയിറ്റ് ചെയ്യണ്ടെന്ന് പറഞ്ഞ് ഇവളെ ചെന്ന് ഫ്ലൈറ്റിൽ കയറാൻ പറയും. അതേസമയം ഉറക്കത്തിൽ എഴുന്നേക്കുന്ന ഹീറോയാണ് അവന്റെ അവസ്ഥയെ കണ്ടിട്ട് ചുമ്മാ ഒരു ഉറക്ക ഗുളി എടുത്ത് കഴിച്ച നീ എന്നെ ഒരു പേഷ്യന്റ് ആക്കി മാറ്റിയോന്ന് പറഞ്ഞ് അവന് സെക്രട്ടറി ചോദ്യം ചെയ്യുമ്പോൾ അവളാണ് ഇനോരിഷ് ലവ് റിജക്റ്റ് ആയതുകൊണ്ട് ഇവൻ വല്ലതും ചെയ്ത് കാണുമെന്ന് അവള് പേടിച്ചോ എന്ന് പറയും. അപ്പോഴാണ് അവനും ഹോജിൻ എന്തിന് ഇങ്ങോട്ടേക്ക് വിളിച്ചിരുത്തിയെന്ന് പറഞ്ഞ് അവന് ഫുള്ള് നാണക്കേടായി പറയും. അപ്പോഴാണ് ഇവന്റെ സെക്രട്ടറിയും എങ്കിൽ പിന്നെ അവൻ പോകുന്നവരെ ബോധമില്ലാതെ കിടന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ഇവള് ഹോജിനോട് സംസാരിക്കുമ്പം അവനാണ് ഹീറോയ്ക്ക് ആ ഗുളി കാരണം അലർജി വന്നേ ഉള്ളു, അല്ലാതെ വേറൊരു പ്രശ്നമില്ലെന്ന് പറയും. അതുകൊണ്ട് റെസ്റ്റ് എടുത്തിട്ട് ഇന്നത്തെ ഫ്ലൈറ്റ് തന്നെ പിടിച്ച് ഇവർക്ക് പോകാന്ന് പറയുമ്പം അവളും ട്രാൻസ്ലേറ്റ് ചെയ്തതിന് താങ്ക്സ് പറഞ്ഞിട്ട് അവൾ ഫോൺ എടുത്തുകൊണ്ട് പുറത്തേക്ക് ചെല്ലും. അപ്പോഴാണ് ഹീറോയും പെട്ടെന്ന് ഹോജിൻ അവിടെ നിന്ന് പോകുന്നുണ്ട് ഇവൻ ഇന്നലെ തന്നെ നാട്ടിൽ പോയിരുന്നല്ലേ പിന്നെ എന്തുകൊണ്ടാ പോകാത്തെന്ന് ചോദിക്കും. ഒരു ചാമുഹി ഇന്നലെ കണ്ടോന്ന് ചോദിക്കുമ്പം അവൻ ഇന്നലെ അവളെ കണ്ടെന്ന് പറയും. അപ്പോഴാണ് ഹീറോയും ഭാഷ അറിയാത്തോണ്ട് ചിലപ്പോൾ ചാമുഹിക്ക് മനസ്സിലായി കാണത്തില്ല, ഇവനെക്കാളും മുമ്പേ തന്നെ അവൻ കുറെ പ്രാവശ്യം ചാമുഹി അവന്റെ ഭാഷയിലെ
പോലെയൊക്കെ പ്രൊപ്പോസ് ചെയ്തിട്ടുണ്ടെന്ന് പറയും. ഹൊരേഷ് രണ്ടുപേർക്കും ഒരേ ഭാഷ സംസാരിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ അവൾ എന്നെ സ്നേഹിച്ചു കാണുമെന്ന് പറഞ്ഞ് ഇപ്പൊ ഹോജിനോട് ചോദിക്കുമ്പം അവനാണ് ഭാഷ അറിഞ്ഞിട്ട് പോലും ഇവനെ ചാമുഹി ഒട്ടും തന്നെ മനസ്സിലായില്ലെന്ന് പറയും. പക്ഷെ ഇടയ്ക്ക് ഇവനെ സഹായിക്കാൻ വേണ്ടി ഒരു വ്യക്തി വന്ന് ചാമുഹിയെ നല്ലോണം മനസ്സിലാക്കാൻ അവള് ട്രാൻസ്ലേറ്റ് ചെയ്ത് തന്നെന്ന് പറഞ്ഞ് ഡൊറാമയെ കുറിച്ച് പറയും. അപ്പരാണ് ഇത് കേട്ട് അവനൊന്നും മനസ്സിലാവാതെ ഇവർക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ആരാ വന്നെന്ന് പറഞ്ഞ് അവൻ ആലോചിച്ചോണ്ടിരിക്കും. അപ്പരാണ് പെട്ടെന്ന് ഇവന്റെ സെക്രട്ടറി അവിടേക്ക് വന്നിട്ട് ചാമുഹിക്ക് ഒരു പ്രശ്നമെന്ന് പറയും. അതായത് അവൾ ഒരു കല്യാണമായ ചെറുക്കനെ ഡേറ്റ് ചെയ്തതായിട്ട് ഇപ്പൊ ഇന്റർനെറ്റ് മൊത്തം ചുറ്റി കറങ്ങാന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് ഇത് കേട്ട് ഇവന്മാരാണ് ഷോക്കാവും. അതിനുശേഷം ചാമുഹി ഈ കാര്യമെല്ലാം അറിഞ്ഞിട്ട് അവളാണ് ഭയങ്കര ദേഷ്യത്തി ഇവളെ ചതിച്ചിട്ട് പോയത് അവനാ, പക്ഷെ എല്ലാരും ഇവളെ മോശമായിട്ട് പറയുന്നതെന്ന് പറഞ്ഞ് അവളും അല്ല തെറിയെല്ലാം വിളിച്ചുകൊണ്ടിരിക്കും. അതിനുശേഷം 2-3 ആഴ്ചയിൽ തന്നെ ചാമുഹിയുടെ ഈ പ്രോബ്ലം ഏകദേശം ഒന്ന് സോൾവ് ആവും. അങ്ങനെ അതിനുവേണ്ടി അവൾക്ക് ഇഷ്ടമില്ലെങ്കിലും അവളുടെ എക്സ് ബോയ് ഫ്രണ്ടോട് ഇപ്പോഴും ഫ്രണ്ട് ആയിട്ടിരിക്കുന്ന പോലെ ഫോട്ടോയൊക്കെ എടുത്ത് അപ്ലോഡ് ചെയ്യും. അങ്ങനെ അതുകൊണ്ട് ഇതൊക്കെ കണ്ട് ഡയറക്ടറും അവൾ ഇപ്പോഴും അവരോട് ഫ്രണ്ട് ആയിട്ടിരിക്കുകയാണെന്ന് പറഞ്ഞ് ഇവരതൊക്കെ വിശ്വസിച്ചിരിക്കുമ്പം ജീസോനാണ് പറഞ്ഞു കൊടുക്കും സത്യത്തിൽ ചാമുഹിയുടെ എക്സ് ബോയ് ഫ്രണ്ട് അവളെ ചതിച്ചാണെന്ന്. അങ്ങനെ അവളുടെ കൂടെ ഉള്ളപ്പോൾ തന്നെ ആ ജപ്പാൻകാരിയെ ചെന്ന് കല്യാണം കഴിച്ചെന്ന് ആ കാര്യമൊക്കെ ഇവർക്ക് പറഞ്ഞു കൊടുക്കുമ്പം ഇത് കേട്ട് അവെല്ലാം ഷോക്കായിട്ട് എങ്കിൽ പിന്നെ ചാമുഹി മൊത്തത്തിൽ പുകഞ്ഞോയി കാണുമല്ല, ഈ പ്രശ്നം സോൾവ് ആകാൻ വേണ്ടി അവൻ്റെ കൂടെ ഫ്രണ്ട് ആകേണ്ട അവസ്ഥയൊക്കെ വന്നു. ഇതൊക്കെ നിനക്ക് എങ്ങനെ അറിയാം ജീസോൻ എന്ന് ഇവർ ചോദിക്കുമ്പം അവളാണ് ചാമുഹിയുടെ മാനേജറെ പറഞ്ഞെന്ന് പറയും. എന്നിട്ട് ഇവിടെ ചാമുഹിയും അവൾക്ക് വലിയ താല്പര്യമൊന്നുമില്ലാതെ അവളുടെ എക്സ് ബോയ് ഫ്രണ്ടിനെ കാണാൻ വേണ്ടി പോകും. അപ്പോഴാണ് അവനും ഇവള് മുമ്പ് ഡിലീറ്റ് ചെയ്ത ഫോട്ടോ അന്ന് ഇവളുടെ കൂടെ വന്ന ചെറുക്കനാണെന്ന് ചോദിക്കും. അങ്ങനെ എല്ലാരും ഇവനെ പോലെ ഉണ്ടെന്നറിഞ്ഞ് തെറ്റിരിച്ചു എന്ന് പറയുമ്പം ചാമുഹിയും ദേഷ്യത്തി അവന് നിന്നെ പോലെ അല്ലെന്ന് ഇവള് മുഖത്തോക്കി പറയും. പക്ഷെ എന്നിട്ട് അവൻ സമ്മതിക്കാത്തോണ്ട് ഇവൾ അവന്റെ ഭാര്യയോട് നീ നേരിട്ട് കണ്ടല്ലേ ഇവരത്തമ്മ ഒരു ചേർച്ചയില്ലല്ലോ എന്ന് പറഞ്ഞ് അവളും ചോദിക്കുമ്പം അടുത്തിരുന്ന അവന്റെ ഭാര്യയാണ് അവൾക്ക് നിങ്ങളുടെ മുഖം കുറെ ഇഷ്ടപ്പെട്ട് കാണും, അതുകൊണ്ട് അതേപോലെയല്ല ആ ചെറുക്കനെ തന്നെ വായി നോക്കിയ, പക്ഷെ ഈ കാര്യം അവളോട് പറയണ്ട, പാവം അവൾ സങ്കടപ്പെടും, നിങ്ങളെ അവൾക്ക് മറക്കാൻ സാധിച്ചില്ലെന്ന് തോന്നുന്നു എന്ന് ഇവളും ജാപ്പനീസിൽ സംസാരിക്കുമ്പം ചാമുഹിക്കൊന്നും മനസ്സിലാവത്തില്ല. അതുകൊണ്ട് തന്നെ അവനും രണ്ടുപേരും കാണാൻ ഒരേപോലെ നല്ലെന്ന് പറഞ്ഞിട്ട് ഇവന്റെ കൂടെ ഫ്രണ്ടാന്ന് പറഞ്ഞുകൊണ്ട് ഇവനിപ്പോ ഭയങ്കര ഫേമസ് ആയി പോയി പറയും. അങ്ങനെ അതിനവർ ഇവളോട് താങ്ക്സ് പറയുമ്പം ആ ചാൻസ് മുതലെടുത്ത് തന്നെ അവരുടെ പ്രോഡക്റ്റ് ഒക്കെ ഇവളുടെ കൊടുത്ത് ഇതൊന്ന് പരസ്യപ്പെടുത്താൻ പറയും. ഇതോടെ അവളാണ് ദേഷ്യത്തി ഫ്രണ്ടാന്ന് പറഞ്ഞേ ഉള്ളു, അല്ലാതെ യഥാർത്ഥത്തിൽ അവന്റെ ഫ്രണ്ട് ഒന്നും ആയിട്ടില്ലെന്ന് പറഞ്ഞ് സിറ്റുവേഷൻ മനസ്സിലാക്കി സംസാരിക്കാൻ വേണ്ടി പറയും. അപ്പോഴാണ് അവനും എങ്കിൽ പിന്നെ ഇപ്പോഴും ഇവളെ ചതിച്ചിട്ട് പോയ ആ ചതിയനായിട്ടാണ് കാണുന്നതെന്ന് ചോദിക്കുമ്പം അവളാണ് മനസ്സിലായെങ്കിൽ നല്ലതാന്ന് പറഞ്ഞ് ഇവനെ പൊയ്ക്കോളാൻ പറയും. അപ്പോഴാണ് അവനും കുറച്ച് ഇമോഷണലായി അവന്റെ മകന് ഒരു സർജറിയുടെ ആവശ്യമുണ്ടെന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് നാണക്കേടം നോക്കാതെ അവന് മകന്റെ സർജറിക്ക് വേണ്ടി പൈസ ഒപ്പിക്കാൻ നോക്കുന്നതെന്ന് പറയുമ്പം ഇത് കേട്ട് അവളും കുറച്ച് ഇമോഷണലായി അവനെ സഹായിക്കാനൊക്കെ ഒരു സെക്കൻഡ് ആലോചിച്ച് നോക്കും. എന്നിട്ട് അവളാണ് ചുമ്മാ ഓരോ കഥയും പറഞ്ഞ് നീ എന്നെ വീഴ്ത്താനാണോ നോക്കുന്നതെന്ന് അവൾക്ക് ബോധം വരുമ്പം ഇവനാണ് സത്യത്തിൽ ഇവള് വിചാരിക്കുന്ന പോലെ ഒരു ചതിയനും നല്ലെന്ന് പറയും. കാരണം രണ്ടുപേർത്തും ഡേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഇവൻ ഒരു ദിവസം ഇവളെ വിട്ടിട്ട് പോകുന്ന അവൾ ആലോചിച്ചിട്ടില്ലെന്ന് ചോദിക്കും. അങ്ങനെയാണ് ഇവൻ അതേപോലെ ചെയ്തോണ്ട് അതിനർത്ഥം ചതിയല്ലെന്ന് അവൻ ഓരോ ന്യായമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇത് കേട്ട് അവളും പുച്ഛിച്ചൊക്കെ ഇരിക്കുമ്പം അവനൊരു അഡ്വൈസ് ആയിട്ട് ഇനിയെങ്കിലും ഫ്യൂച്ചർ ജീവിക്കാതെ ഇപ്പോൾ ഉള്ള ബോയ് ഫ്രണ്ടിനോടെങ്കിലും പ്രസന്റ് ജീവിക്കാൻ വേണ്ടി പറയും. കാരണം ഇവളൊരു സെലിബ്രിറ്റി ആയതുകൊണ്ട് എക്സ് ബോയ് ഫ്രണ്ട് ആയിട്ടുള്ള ഇവനെ തന്നെ കണ്ടെത്തി ഇവന്റെ ഫാമിലി ഡീറ്റെയിൽസ് ഫുള്ളും കളക്ട് ചെയ്യുന്ന പറയും. ഇനി ഒരു ഇവളുടെ ബോയ് ഫ്രണ്ടിനെ കുറിച്ച് അറിയുവാണ്, പിന്നെ അവന്റെ അവസ്ഥയെ മോശമായിരിക്കും എന്നറിഞ്ഞ് അവൻ ഇവളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം ഇവൾ അവസാനം ആ കുഞ്ഞിനെ കണ്ടിട്ട് മനസ്സില്ലാതെ ഇവളെ സഹായിക്കാൻ തീരുമാനിക്കും. അതുകൊണ്ട് ഇനി ആ പോസ്റ്റിൽ ചെന്ന് കമന്റ് നിടലെന്നറിഞ്ഞ് ഇവൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. ഇതേ സമയം ചാമുഹിയുടെ അങ്കിൾ ആന്റിയും കൂടെ അവളെ കുറിച്ചുള്ള ന്യൂസ് ഒക്കെ വായിച്ചു നോക്കിയിട്ട് അവളുടെ അമ്മയെ പോലെ തന്നെ ഇവള് സെറ്റപ്പ് ഒക്കെ വെച്ച് നടക്കുമെന്നറിഞ്ഞ് അവളെ കുറിച്ച് മോശമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കും. എന്നിട്ട് ഇവിടെ മിസ്റ്റർ കിമ്മാണ് ഹോജിനോട് ചാമുഹിയെ കുറിച്ച് അറിഞ്ഞ കാര്യം സത്യമൊന്നല്ലല്ലോ എന്ന് പറഞ്ഞ് ചോദിക്കുമ്പം ഇത് കേട്ട് അവനും ദേഷ്യത്തി പിന്നെ സത്യമൊന്നല്ല, നിങ്ങളത് വിശ്വസിച്ചോ മിസ്റ്റർ കിം, നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെ ചോദ്യം ചോദിക്കാൻ തോന്നി എന്നിന് അവൻ പെട്ടെന്ന് ചൂടാകുമ്പം ഇത് കേട്ട് അങ്ങേരാണ് പേടിച്ചിട്ട് എല്ലാരും അങ്ങനെ പറയുന്നുണ്ട് ഇവനോട് ഡൗട്ട് ചോദിച്ചോളെന്നറിയും. അപ്പോഴാണ് അവനും ഡൗട്ടോ, എല്ലാരും പറഞ്ഞ നിങ്ങളതങ്ങ് വിശ്വസിക്കോ, നിങ്ങളൊരു നോവലിസ്റ്റ് അല്ലേ, അപ്പൊ എല്ലാരും പറയുന്ന വെച്ചാണ് നിങ്ങൾ കഥ എഴുതുന്നത് എന്നിന് ഇവൻ കുറെ ഇട്ട് ചോദ്യം ചെയ്യുമ്പം അങ്ങേരാണ് മൊത്തത്തിൽ പേടിച്ചിട്ട് എടാ ഞാൻ സത്യത്തിൽ വിശ്വസിച്ചില്ല, ഇപ്പൊ സമാധാനായോ, നിനക്കെന്തോന്നറ ഇത് എന്നിന് അങ്ങേര് ചോദിക്കുമ്പം അവനാണ് എന്നാൽ അങ്ങനെ ഒരു ചിന്തയുള്ളതുണ്ടല്ലേ നിങ്ങൾ ചോദിച്ചെന്ന് പറഞ്ഞ് അവനുള്ള ദേഷ്യമെല്ലാം ഇങ്ങേരോട് തീർക്കുമ്പം അവസാനം അദ്ദേഹത്തിന് കരച്ചിൽ വന്നിട്ട് മതിയടാ സോറി എന്നറിഞ്ഞ് വെറുതെ വിടാൻ പറയും. അതിനേശം അവനും ഇപ്പൊ കളിക്കാനുള്ള മൂടെല്ലാം പോയെന്നറിഞ്ഞ് അവൻ അവിടെ നിന്നും പോകും. അതിനേശം അവിടെ ജോലി ചെയ്യുന്ന ലേഡിയാണ് ഇവർ തമ്മിൽ ഉടക്കായും ചോദിക്കുമ്പം അങ്ങേരാണ് അവൻ എന്റെ മകനെ പോലെ, ഞങ്ങൾ തമ്മിൽ എന്തോ അടക്ക്, ഞാൻ പറഞ്ഞ അവന് ഇഷ്ടപ്പെട്ടില്ല, പക്ഷെ അവനെ കൊണ്ട് എല്ലാവരുടെ വായി ഇതുപോലെ അടയ്ക്കാൻ പറ്റത്തില്ലല്ലോ, അവന് നല്ല വേദനയിലുള്ള എന്നിന് അങ്ങേരും പറയുമ്പം ഇവിടെ ചാമുഹിയാണ് ഹോജിന് മെസ്സേജ് തൽക്കാലം നടക്കുന്ന പ്രശ്നത്തിൽ ഇവനും കൂടെ പെട്ട് വഷളാകണ്ടെന്ന് വിചാരിച്ച് അവളും തൽക്കാലം രണ്ടുപേർത്തമ്മ കാണണമെന്ന് പറയും. അപ്പോഴാണ് അവനും എങ്കിൽ പിന്നെ പ്രശ്നമെല്ലാം സോൾവ് ആയതിനു ശേഷം ഇവനോട് സംസാരിക്കുന്നറിഞ്ഞ് അവൻ തിരിച്ച് റിപ്ലൈ ഇടും. പക്ഷെ ഇവൾക്ക് സങ്കടമുള്ളു അവന്റെ അടുത്ത് സംസാരിക്കാതിരിക്കുന്നതിന്. കാരണം ഇവളുടെ എക്സ് ബോയ്
ഫ്രണ്ട് പറഞ്ഞാണ് അവന്റെ ഫാമിലിയെ കുറിച്ച് തന്നെ അന്വേഷിക്കുവാണ്. പിന്നെ ഇവളുടെ ബോയ് ഫ്രണ്ടിന്റെ കാര്യം അറിഞ്ഞ ചുമ്മാ വിടത്തില്ലെന്ന്. അതുകൊണ്ട് അവന് വേണ്ടി ഇവളും കുറച്ച് ദിവസം അവനെ കാണാതിരിക്കാൻ തീരുമാനിച്ചു. എന്നിട്ട് ഇവളുടെ മാനേജർ അവിടെ നേരെ അവന്റെ ഓഫീസിലേക്ക് ചെല്ലുമ്പം ഇവന്റെ അങ്കിളാണ് ഇവനോടിപ്പോ ഇവൻ ഇഷ്ടപ്പെട്ട പോലെ സ്പോർട്സ് ഏജൻസിയിൽ നിന്ന് ഇവന് ഫോൺ കോൾ എന്ന് പറയും. അതുകൊണ്ട് ഇനി ഇവന് പഴയതുപോലെ തന്നെ ഷൂട്ടിങ്ങിൽ ചെന്ന് പങ്കെടുക്കാന്ന് പറയുമ്പം അവൻ അത് കേട്ട് സന്തോഷമായാലും ഇവൻ എപ്പോഴാ അവിടെ ചെന്ന് ജോയിൻ ആകണ്ടേ ചോദിക്കും. അപ്പോഴാണ് അവന്റെ അങ്കിളും പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് യൂറോപ്പിൽ പോകണമെന്ന് പറഞ്ഞ് ഇവന്റെ ഇംഗ്ലീഷൊക്കെ പഠിച്ചെടുക്കാൻ പറയും. അതുകൊണ്ട് അവനും കുറച്ച് അപ്സെറ്റായി. പെട്ടെന്ന് ഇവിടെ നിന്ന് പോയാൽ പിന്നെ ജീസനോട് എങ്ങനെ പറയുമെന്ന് പറഞ്ഞ് അവൻ അവളെ കുറിച്ച് ആലോചിച്ച് വിഷമിച്ചിരിക്കും. അപ്പോഴാണ് ഇത് മനസ്സിലാക്കുന്ന അവന്റെ അങ്കിളും ഇവന് ലവർ ഉണ്ടെങ്കിൽ എങ്കിൽ പിന്നെ അവളാണോ അല്ലേ ഇവന്റെ ഡ്രീമാണോ വലുതെന്ന് പറഞ്ഞ് ഇവൻ ഏതെങ്കിലും പറഞ്ഞ് കറക്റ്റായിട്ട് ചൂസ് ചെയ്യാൻ പറയുമ്പം അവൻ ഇവിടെ മൊത്തത്തിൽ കൺഫ്യൂസ് ആയിരിക്കും. അതിനുശേഷം അന്ന് രാത്രി തന്നെ ഇവിടെ ഹോജിയും വീട്ടിലേക്ക് വന്ന് നോക്കുമ്പോൾ അവിടാണ് ചാമുഹി കാണും. കാരണം അവൾ എങ്ങനെയൊക്കെ മെസ്സേജ് അയച്ചാലും ഇവനെ കാണാതിരിക്കാൻ അവളെ കൊണ്ട് പറ്റത്തില്ല. അതുകൊണ്ട് ഇപ്പോൾ ഡൊറാമയുടെ ഗെറ്റപ്പിൽ അവൾ ഇപ്പൊ അവനെ കാണാൻ വേണ്ടി വന്നേക്കുക. അതുകൊണ്ട് ഇവനെ കണ്ട് ഇതുവരെ പാസ്വേഡ് മാറ്റിയില്ലേ ബേബ് എന്നറിഞ്ഞ് അവനോട് സംസാരിക്കുമ്പം ഇവനാണ് ഇപ്പൊ നിൽക്കുന്ന ആരാന്ന് ചോദിക്കും. അപ്പോഴാണ് അവളും കുറച്ച് ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ടിട്ട് ഞാനോ ഡൊറാമി എന്ന് പറഞ്ഞ് ഇപ്പൊ അവനെ പരിചയപ്പെടുത്തും. അങ്ങനെ വീണ്ടും കണ്ടത് ഇവൻ ഭയങ്കര ഷോക്കായാൻ ചോദിക്കുമ്പം അവൻ എന്തായാലൊക്കെ ആയിട്ട് ഈ ഡ്രസ്സ് ഇപ്പൊ എന്തിനാ എടുത്തിട്ടേക്കെന്ന് ചോദിക്കും. അപ്പോഴാണ് അവളും കഴിഞ്ഞ പ്രാവശ്യം ഇതിട്ടല്ലേ ഡൊറാമി വന്നേന്ന് പറഞ്ഞ് അവൾ അറിയാതെ ഇങ്ങനെ പറഞ്ഞു പോകുമ്പം അവനാണ് ശരിയൊക്കെ കൺട്രോൾ ചെയ്തിട്ട് എനിക്ക് പിന്നെ ഡൊറാമിക്ക് എന്തോ പറയുള്ളേന്ന് അവനും ചോദിക്കും. അപ്പോഴാണ് അവളും ടെൻഷനായി ചാമുഹിയെ കൊണ്ട് പറയാൻ പറ്റാത്ത ഒരു കാര്യം ഇവനോട് ഇപ്പൊ പറയാൻ വേണ്ടി വന്നേക്കോന്നറിഞ്ഞ് അവളും ഇത് കേട്ട ഇവൻ മൊത്തത്തിൽ വിഷമിച്ചു എന്നറിയും. അപ്പോഴാണ് അവൻ ഒരു സെക്കൻഡ് ഇവളെ നോക്കിയിട്ട് ഞാൻ ചാമുഹിയാന്ന് ആദ്യം വിചാരിച്ചു, പക്ഷെ ഇത് ഡൊറാമിയാണല്ലോ, കാരണം നിന്നെ കാണാൻ കൊള്ളത്തില്ല, എന്റെ ചാമുഹിയെ കാണാൻ ഇതിനേക്കാളും ബ്യൂട്ടിഫുള്ളാ എന്ന് ഇവൻ ആക്കി പറയുമ്പം അവളാണ് ഡൊറാമി ആയാലും ചാമുഹി ആയാലും രണ്ട് അവള് തന്നെയാന്ന് അറിയും. ഇത് കേട്ട് അവനും കാണാൻ കൊള്ളാത്ത ഡൊറാമി നിനക്ക് എന്ത് വേണമെങ്കിലും പറയാം, പക്ഷെ നീയൊക്കെ ചാമുഹിയുടെ അടുത്ത് എത്തത്തോലില്ല, ഇനി പറ മോളിൽ തന്നെ വീണ്ടും വന്ന് ഏതിന് ഇവന് ചോദിക്കുമ്പം അവളാണ് സൽക്കാലം ചാമുഹിയെ ബ്രേക്കപ്പ് ചെയ്ത ഇവൻ ഓക്കെ ആണെന്ന് ചോദിക്കും. കാരണം ഇവളെ ഫോളോ ചെയ്ത എല്ലാരും കൂടെ ഇവന്റെ അക്കൗണ്ട് തപ്പുമെന്ന് പേടിച്ചിട്ടല്ലേ അന്ന് അങ്ങനെയൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞ് ഇപ്പൊ ഇവള് കാരണം ഇവന്റെ ജീവിതവും എല്ലാരും തപ്പി കണ്ടുപിടിച്ച് വരുമെന്ന് അറിയും. അതുകൊണ്ട് ഇവന് വല്ലവരും അങ്ങനെ മോശമായിട്ട് അറിഞ്ഞ അവനെ സങ്കടാത്തില്ലെന്നറിഞ്ഞ് അതുകൊണ്ട് ഇതെല്ലാം നിർത്താന്നറിയും. അപ്പോഴാണ് ഇത് കേട്ട് അവനും ഇവന്റെ ലൈഫിനെ കുറിച്ച് നാട്ടുകാർ കണ്ടെത്തിയ അവനൊരു കുഴപ്പമില്ലെന്നറിഞ്ഞ് അവൻ അധികം ഒരു നാണക്കേടില്ലെന്നറിയും. അതുകൊണ്ട് തന്നെ ഇവൻ ബ്രേക്കപ്പ് ചെയ്യാൻ തൽക്കാലം ആലോചിക്കുന്നില്ലെന്നറിയുമ്പം അവൾ ഇവനെ കുറിച്ച് വിഷമിച്ചിട്ട് ചിലപ്പോൾ പിന്നീട് ഇവനെ കുറിച്ചെല്ലാം കമന്റ് തന്ന ഇവന്റെ മനസ്സ് മാറത്തില്ലെന്ന് ചോദിക്കും. അപ്പോഴാണ് ഇത് കേട്ട് അവനും പിന്നീട് നടക്കാൻ പോകുന്ന കാര്യത്തിനെ കുറിച്ച് എന്തിനാ ഇപ്പൊ പറയുന്നേന്ന്, എന്തായാലും നമ്മൾ തമ്മിൽ ബ്രേക്കപ്പ് ചെയ്യാൻ പോലെന്ന് അവനും പറയും. അതുകൊണ്ട് തൽക്കാലം ഈ പേരും പറഞ്ഞ് നമ്മളുടെ സന്തോഷം കളയേണ്ടെന്ന് അവൻ ഇവളെ ധൈര്യപ്പെടുത്തിയിട്ട് ഇപ്പൊ ഈ ഡൊറാമി പോയിട്ട് അവൻ ഇഷ്ടപ്പെട്ട ചാമുഹിയെ വിളിക്കാൻ വേണ്ടി പറയും. അപ്പോഴാണ് ഇത് കേട്ട് അവളും ഇപ്പൊ ഈ സംസാരിച്ച കാര്യമൊന്നും ചാമുഹിയെ കാണുമ്പോൾ ഒന്നും പറയല്ലേ എന്ന് ഇവനോട് പറഞ്ഞിട്ട് അവള് ഡൊറാമിയായിട്ട് ഇനി എങ്ങനെ മാറും ചോദിക്കുമ്പം അവനാണ് എങ്ങനെ മാറാനാ, നിന്റെ ഔട്ട്ഫിറ്റ് മാത്രം മാറ്റിയാൽ മതി, എങ്കിൽ പിന്നെ ഞാൻ കണ്ണടച്ചിരുന്നോളാം, നീ പെട്ടെന്ന് ഇവിടെ വെച്ച് തന്നെ ചാമുഹിയായിട്ട് മാറി എന്നിന് അവൻ അങ്ങോട്ട് തിരിഞ്ഞ് ചിരിച്ചോണ്ടിരിക്കുമ്പം ഇവളാണ് സീരിയസ് ആയിട്ട് അവളുടെ കോസ്റ്റ്യൂം മാറ്റി വെച്ച് ഇപ്പൊ ഇവനോട് ചാമുഹിയായി പറയും. അപ്പോഴാണ് അവന് ഷോക്കായതുപോലെ ചാമുഹി നീ എപ്പോഴാ വന്നേന്നറിഞ്ഞ് അവന് കൺട്രോൾ ഇല്ലാതെ ചിരിക്കാൻ തുടങ്ങും. അതോടെ അവള് നാണം കെട്ടെന്ന് വീണ്ടും ഡൊറാമയായിട്ട് മാറാൻ പോവെന്ന് പറയുമ്പം ഇവൻ അതൊന്നും വേണ്ടെന്നറിഞ്ഞ് ഇവളെ കുറെ മിസ് ചെയ്തെന്ന് പറയും. അതിനുശേഷം അടുത്ത ദിവസം ഹോജിനാണ് ഒരു കാര്യമായിട്ട് ബൂസാനിലേക്ക് ചെല്ലുക. അതേപോലെ ചാമുഹിയും അവൾക്കിന്നൊരു വർക്ക് ഉണ്ടായതുകൊണ്ട് ഇവന്റെ കൂടെ വരാൻ പറ്റില്ലെന്ന് പറയുമ്പം അവനാണ് ഇവൾ കൂടെ വന്നാലും ഇവളുടെ കൂടെ സംസാരിക്കുന്ന സമയം കാണത്തില്ലെന്ന് പറയും. അതുകൊണ്ട് അവളും കുറെ ഷോ കാണിച്ച് ഇവളും ബൂസാനിലേക്ക് വരാന്ന് പറഞ്ഞുള്ളു, അല്ലാതെ ഇവന് കൂട്ടിന് വരാൻ വേണ്ടി ഒന്നില്ല അവൾ അറിഞ്ഞെന്ന് പറയും. അതിന്റെ രണ്ടുപേർക്ക് തിരിച്ചു വരുമ്പോൾ കാണാന്ന് അവൾ പറയുമ്പം അവനാണ് എങ്കിൽ പിന്നെ ഇവന്റെ ജോലി കഴിഞ്ഞ അടുത്ത സെക്കൻഡ് തന്നെ ഇവളെ കാണാൻ വേണ്ടി വരുമെന്ന് പറയും. അതുകൊണ്ട് അവൾ ഇവിടെ മൊത്തത്തിൽ നാണിച്ചിട്ട് അതിന്റെ ഒന്നും ആവശ്യമില്ല, റെസ്റ്റ് എടുത്തിട്ട് വന്നാൽ മതിയെന്ന് അവൻ്റെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കും. അതിനുശേഷം ഫോൺ കട്ട് ചെയ്തിട്ട് ഇവളും ഇവൻ അവിടെ താമസിക്കാമെന്ന് പറഞ്ഞായിരുന്നെങ്കിൽ ഞാൻ തന്നെ ബൂസാനിലേക്ക് പോയനെന്ന് പറഞ്ഞ് ഇവളെവിടെ ചിരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഈ ഒരു സീനോടെയാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇതിനുശേഷം എന്തൊക്കെ ശ്രമിക്കുമെന്ന് നമുക്ക് വെയിറ്റ് ചെയ്ത് അടുത്ത എപ്പിസോഡിൽ കാണാം.